പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം.പി. ഫസൽ മുഹമ്മദിനൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോഴുള്ളത്. ഈ ഓഗസ്റ്റ് 1 ഇടതുപക്ഷം പ്രതിപക്ഷ ഇവിടുത്തെ പ്രതിപക്ഷം നഗരസഭയിലേക്ക് വലിയൊരു മാർച്ച് നടത്തുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് എല്ലായിടത്തും ഉണ്ടെന്ന് അറിയുന്നത് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾ മത്സര രംഗത്തുള്ള സമയത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളും അങ്ങനെ ആളുകൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് വികസനത്തെ ബാധിക്കുമോ എന്നൊരു ചോദ്യം ജനങ്ങൾക്കുണ്ടാവുമല്ലോ. അതിന് താങ്കൾക്ക് കൃത്യമായ ഒരു മറുപടി ജനങ്ങൾക്ക് തന്നെ നൽകാൻ കഴിയും? പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് റിവൈസ് ബഡ്ജറ്റ് വന്നപ്പോൾ കുറച്ച് പ്ലാൻ ഫണ്ട് കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അർബൻ ഏരിയക്കും അതുപോലെ പഞ്ചായത്തുകൾക്കും മുമ്പ് കിട്ടിയേക്കാളൊക്കെ 3-4 ഇരട്ടി ഫണ്ടാണ് വകയിരുത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിക്കും അത് നഗര വികസനത്തിന് വേണ്ടി 16,000 കോടി രൂപയാണ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. ആ പണം കൂടി കൂട്ടുമ്പോൾ നമ്മുടെ പഴയ പ്ലാനിനേക്കാളും ഒരുപാട് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ പണമാണോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണോ എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അന്ന് സംസ്ഥാന ഗവൺമെന്റ് വിഹിതം ഈ 16,000 കോടിക്ക് പകരം 4,000 കോടി ഉണ്ടായിരുന്നു. ഈ 4,000 കോടിയാണ് 5 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് 16,000 കോടിയായിട്ട് അർബൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റ് 15ാം ധനകാര്യ കമ്മീഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പൈസ അതാണ്. അപ്പൊ ആ പണം നമ്മുടെ അതിന്റെ ഒരു ഗഡു കൂടി നമുക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നത് നമുക്ക് നമുക്ക് ആദ്യം ഒരു 13 കോടി ഉൾപ്പെടെ ഒരു സാധനം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ വന്നു. ഇപ്പൊ അതിന്റെ ചില ക്ലാരിഫിക്കേഷൻ കാരണം തൽക്കാലം അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ആ ക്ലാരിഫിക്കേഷൻ കൂടി ക്ലിയർ ആയി കിട്ടിയാൽ ഈ മാസത്തോടു കൂടി ആ പണം അത് നമ്മുടെ സാങ്ഷനായിട്ട് വരുമ്പോൾ അതും പദ്ധതിയിലേക്ക് വരും. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് വരുന്ന പണങ്ങൾ 3 പ്രധാന സോഴ്സുകളാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾക്ക് കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ വിഹിതം അടക്കമുള്ള സർക്കാരിന്റെ ബഡ്ജറ്റ് വിഹിതങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ പഞ്ചവത്സര പദ്ധതി പോലത്തെ അല്ലെങ്കിൽ മറ്റേ ഈ അമൃത് പോലത്തെ അർബൻ ചാലഞ്ച് ഫണ്ട് പോലത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ വിഹിതം നമുക്ക് വരണം. മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ തനതായ നമ്മുടെ ഫണ്ടാണ്. അതായത് നമ്മുടെ നികുതി വരവ്, പ്രൊഫഷണൽ ടാക്സ്, അതുപോലെ നമ്മുടെ ലൈസൻസ് ഫീസ്, ഇങ്ങനെയുള്ള വരുമാനങ്ങളും വാടക വരുമാനങ്ങളുമാണ് നമ്മുടെ പ്രധാനമായ 3 വരുമാന സ്രോതസ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നഗരസഭാ ഭരണത്തിലേറിയതിനു ശേഷം UDF പ്രധാനപ്പെട്ട പല ആളുകളും പറഞ്ഞിട്ടുള്ളത് കടക്കിണിയിലാണ് നഗരസഭ. കടം വീട്ടിക്കഴിഞ്ഞാൽ തന്നെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രയാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് നേരത്തെയും പറഞ്ഞു കേട്ടത് ഈ ഇവിടുത്തെ പെരിന്തൽമണ്ണക്കാരെ. ഇപ്പോൾ ഈ നഗരസഭ ഇവിടുത്തെ തനത് വരുമാനം എങ്ങനെയുണ്ട്? അതുകൂടാതെ ഈ കടമൊക്കെ വീട്ടി പല പദ്ധതികൾക്കും പണം ചെലവഴിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയോ എന്നൊരു ചോദ്യം കൂടി ജനങ്ങൾക്കുണ്ടാവും. എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം 32 കോടി രൂപ ഇവിടെ കടമുണ്ട്. ആ കടം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. 15-16 കോടി രൂപയാണ് നമ്മുടെ തനത് വരുമാനം എന്ന് വരുന്നത്. അതിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് നെറ്റ് വരുന്നത് 7 കോടി രൂപയാണ്. ആ 7 കോടി രൂപയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് കടങ്ങൾ ഇങ്ങനെ ഏറ്റവും പ്രയോറിറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ കടബാധ്യത വെച്ചുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ നിർത്താൻ പാടില്ല എന്നുള്ള തീരുമാനം UDF തലത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ UDFന്റെ നമ്മുടെ നേതൃത്വവും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് വികസന പ്രവർത്തനത്തിൽ അതുമായുള്ള പണമായിട്ട് അത് പോകണം. മറ്റുള്ള പദ്ധതിക്ക് നമ്മൾ വേറെ രീതിയിൽ പണം കാണുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നമ്മൾ സംസ്ഥാന സർക്കാരിലും അതേപോലെ കേന്ദ്ര ആവിഷ്കാര പദ്ധതികൾ CFC പോലെയുള്ള പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊടുക്കാനുള്ള കടം നമ്മൾ കൊടുക്കന്നെ വേണ്ടി വരും. പക്ഷെ നമ്മുടെ പേരിൽ ബാധ്യതയായി നിൽക്കുന്ന ഇൻഡോർ മാർക്കറ്റ്, അതുപോലെ നമ്മുടെ ആയുർവേദ ആശുപത്രി, അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട റോഡുകൾ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ പണം ആവശ്യമുള്ളത്. ഇൻഡോർ മാർക്കറ്റിന് വേണ്ടി അന്ന് പ്രവാസികളടക്കമുള്ളവരുടെ കയ്യിൽ നിന്നും 20 കോടി രൂപ പിരിച്ചു എന്നത് എല്ലാവരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, നിഷേധിക്കാനും പറ്റില്ല. അപ്പൊ ഈ 20 കോടി രൂപ 20-22 കോടി രൂപ ഇതൊക്കെ എങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം ഉണ്ടാവില്ല. കാരണം 20-22 കോടി രൂപ മുടക്കിയിട്ടാണെങ്കിൽ ഇപ്പൊ പദ്ധതി പൂർത്തീകരിക്കേണ്ടതാണ്.
അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഈ പ്രവാസികളുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് 36 കോടിയാണ്. 36 കോടിക്ക് അവർ ലേലം ചെയ്ത പൈസയുടെ 50% അവർ അപ്പടച്ചു. ബാക്കി പണി തീരുമ്പോൾ 50% അടക്കണം എന്നാണ് കണ്ടീഷൻ. ഈ 50% വാങ്ങിയ 17 കോടി രൂപ പഴങ്കടത്തിലേക്ക് അവർ മാറ്റിവെച്ചു. പല പദ്ധതി അവരെ പല മുനിസിപ്പാലിറ്റി മുമ്പുണ്ടാക്കിയ പല ബാധ്യതകളിലേക്ക് ആ പണം പോയി. ആ പണം പോയത് കൊണ്ട് ആ പണി വേണ്ടാകുമ്പോൾ പുനരാരംഭിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മളിനി പോയിട്ട് ബാങ്ക് ലോൺ എടുക്കണം. ഇതിന്റെ ഓൾട്ടർനേറ്റീവ് വേ എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് ലോണിലേക്ക് പോകണം. ബാങ്ക് ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ 20 കോടി ഉറുപ്പിയുടെ മേലെ നമ്മൾ ബാങ്ക് ലോൺ എടുത്താൽ ആ പണത്തിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ശക്തി നമുക്കില്ല. അപ്പൊ നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും തമ്മിലൊരു താരതമ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു ഈ ഒരു നഗരസഭയുടെ ഭരണം മാത്രമല്ല, വരുന്ന നഗരസഭകളും കൂടി ബ്ലോക്ക് ആവുന്ന രീതിയിലേക്ക് പോകാൻ പറ്റൂല. പിണറായി സർക്കാർ ചെയ്തമാതിരി 1,40,40,000 കോടിയായിരുന്നു അന്ന് പിണറായി അധികാരത്തിലെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കടബാധ്യത. പിണറായി സർക്കാർ ഇറങ്ങുമ്പോൾ 6 ലക്ഷം കോടിയാണ്. ഈ 6 ലക്ഷം കോടിയുടെ വികസനം അതിന്റെ പലിശ കൊടുക്കാൻ മാത്രമേ ഇന്നിപ്പോ നമ്മുടെ സർക്കാരിന് ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അത് ഈ വി ഡി സതീശൻ സർക്കാർ അത് 10 ലക്ഷം കോടിയാക്കി മാറ്റാനും ബുദ്ധിമുട്ടില്ല. അല്ല, ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി തന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു എന്നാണ് കേട്ടത്, ചെലവ് ഒന്ന് ചുരുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അത്രയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമോ നമ്മുടെ സർക്കാർ? ഇപ്പോൾ മാർച്ചിലെ ബഡ്ജറ്റിൽ ഒരുപക്ഷെ വലിയ പദ്ധതികൾക്കൊക്കെ ഫണ്ട് വകയിരുത്തപ്പെടാമെന്ന പ്രതീക്ഷ പെരിന്തൽമണ്ണയിലും പല ആളുകൾക്കുണ്ട്. ഇതൊക്കെ നടക്കൂ? അല്ല, മാധ്യമങ്ങളിൽ ഞാനും കണ്ടു, അതായത് ചെലവ് ചുരുക്കണം എന്നുള്ളത് ഒരു ഫിനാൻസ് മാനേജ്മെന്റിന്റെ ഒരു തിയറിയാണ്. വരുമാനം കൂടണം, ചെലവ് കുറക്കണം. വരുമാനം കുറയുന്ന അവസ്ഥയിൽ ചെലവ് ചുരുക്കണം. നമ്മൾ വീട്ടിൽ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മുടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നമുക്ക് കുറവ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെലവ് ചുരുക്കാൻ നിർബന്ധിതരാകും. അപ്പൊ അത് നമ്മുടെ വികസന രംഗത്ത് വെട്ടിക്കുറക്കലാണെന്ന് ചിത്രീകരിക്കണ്ട. നമ്മൾ അമിത ചെലവുകൾ വരാതെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യണം എന്നാണ് മുഖ്യമന്ത്രിയുടെ സർക്കുലർ പറയുന്ന ഒരു കാര്യം. അപ്പൊ അതിപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നൊരു ഫോളോ അപ്പ് എന്താ? ഇപ്പൊ ഞങ്ങളിപ്പോ 5 പ്രോജക്റ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. പുതിയ 5 പ്രോജക്റ്റ് 5 കോടി ഉൾപ്പെടെ ഒരു 5 പ്രോജക്റ്റ് 25 കോടിയുടെ പ്രൊജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് നമ്മുടെ പദ്ധതിയുമായി നമ്മൾ മുമ്പോട്ട് പോയാൽ അടുത്ത വരുന്ന 5 കൊല്ലം കഴിഞ്ഞോ 10 കൊല്ലം കഴിഞ്ഞോ വരുന്ന മുനിസിപ്പാലിറ്റിന്റെ പാവാറി ഏൽക്കേണ്ടി വരും. അപ്പൊ ഇതൊരു നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ല എന്ന് നമ്മുടെ വിദഗ്ധന്മാരുമായിട്ട് കൂടി നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്കൊന്നും വലിയൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള അഭിപ്രായം നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അറിവുള്ള ആളുകളെ വെച്ച് നമ്മളതിന് പ്ലാൻ ഉണ്ടാക്കി എവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുന്നത് സ്വരൂപിച്ച് ആ സ്വരൂപിച്ച പണം വെച്ച് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. അല്ലാണ്ട് നമ്മളിത് കടാണ് ഞങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും ഈ കടബാധ്യതയെ പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമല്ല. പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ടപ്പോൾ ഓഗസ്റ്റ് 1 പ്രതിപക്ഷം ഇവിടേക്ക് സമരം നടത്തുന്നു. LDF പല സമീപ പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്ന ഒരവസ്ഥ അത് വികസനങ്ങളെ ബാധിക്കുമെന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും. ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താ വെച്ചാല് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ബേസിക് ഗ്രാന്റ് 15ാം ധനകാര്യ കമ്മീഷന്റെ ബേസിക് ഗ്രാന്റ് 4 ഇരട്ടിയും ഉയരാണ്. ആ ഉയരുന്ന പണം മതിയല്ലോ, നമുക്ക് പണം കിട്ടിയാൽ പോരെ. ഇന്ന കൂടെ തന്നെ കിട്ടുന്നത് വാശി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് നമുക്ക് വരുന്ന 16,000 കോടി വരുമ്പോൾ ഞങ്ങൾ ഇന്നലെ റഫായിട്ട് കൂട്ടിയപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് 25 കോടി കിട്ടും. 25 കോടി ഉറുപ്പിയാണ് നമുക്ക് കിട്ടാവുന്ന അലോട്ട്മെന്റ്. നമ്മളതൊരു പ്രത്യേക പരിഗണന നമുക്ക് വേണമെന്ന് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുമുണ്ട്. നമ്മളെ കടബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണം. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പോപ്പുലേഷൻ വെച്ചിട്ടാണ് ഇവർ ഗ്രാൻഡുകളൊക്കെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ഡിവിഡന്റ് അവർ ഗ്രാൻഡുകൾ അലോട്ട് ചെയ്യുന്നത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ UDFന്റെ ആണോ LDFന്റെ ആണോ നോക്കിയിട്ടല്ല. അപ്പൊ ആ വരുന്ന പണം ഇതിന്റെ വർധനവ് വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്രാൻഡ് ചെറുതായിട്ട് വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറക്കുമ്പോൾ അതേ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ബേസിക് ഗ്രാൻഡ് നമുക്ക് ചെയ്യാൻ കഴിയും. ടൈഡ് ഫണ്ട് അത്രത്തോളം ടൈഡ് ഫണ്ട് വേറെ ഉണ്ട്. ടൈഡ് ഫണ്ട് എന്ന് പറയുന്നത് ജലത്തിന്, നമ്മളെ ശുദ്ധജലത്തിന്, അഴുക്ക് ജലത്തിന്, നമ്മുടെ വരിച്ചാലുകൾ കെട്ടുന്നതിന് വേണ്ടി, തോടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി, കുളങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും.
അപ്പൊ നമ്മുടെ ആസൂത്രിതമായി നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിനും ഒരു പ്രയാസം വരാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് ഗവൺമെന്റ് വെട്ടിക്കുറച്ചത് വലിയൊരു പാപകമായി എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കും. അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾ അത് ചെയ്യും. അപ്പൊ അതൊരു രാഷ്ട്രീയം എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നില്ല. നമുക്ക് ഇപ്പൊ സംസ്ഥാന സർക്കാർ തന്നതിന്റെ 3 ഇരട്ടി തന്നാലും നമുക്ക് സ്വാഗതാർഹമാണ്. നമുക്ക് കൂടുതൽ പണം കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹവും. അത് ഏത് തദ്ദേശ സ്വയംഭരണം വഹിക്കുന്ന ആളുകളും UDF ആണെങ്കിലും LDF ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഗ്രാന്റുകളും അതുപോലെ പ്ലാൻ ഫണ്ടുകളും അതുപോലെ നമുക്ക് കിട്ടുന്ന ടൈഡ് ഫണ്ട് ആണെങ്കിലും ഇങ്ങനെ വരുന്ന ഏത് ഫണ്ടും നമുക്ക് അധികം വർദ്ധിച്ച് കിട്ടുന്നതാണ് നമ്മുടെ ആ ഡിമാൻഡ്. നമുക്ക് ഓരോ ദിവസവും ഡിമാൻഡ് കൂടി വരില്ലേ. അപ്പൊ ആ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പണം വന്നിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വഴി എന്താ? നമ്മുടെ ചെലവുകൾ നമ്മൾ ചുരുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. ചെലവ് ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വികസനത്തിനെ ബാധിക്കുന്നു എന്നുള്ള അർത്ഥം വെക്കണ്ട. അനാവശ്യ ചെലവുകൾ നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ഇപ്പൊ നമ്മളിപ്പോ നാഷണൽ ഹൈവേ വീതിയിൽ പിന്നെ പെരിന്തൽമണ്ണയില് മുനിസിപ്പാലിറ്റി റോഡ് മുഴുവൻ ഞങ്ങൾ നവീകരിക്കാൻ പോകുന്നത് പ്രഖ്യാപനം ഉണ്ടാക്കാം. ആ പ്രഖ്യാപനം കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളിപ്പോ PWD മന്ത്രിയായിട്ട് കഴിഞ്ഞ ആഴ്ച പിന്നെ പ്രിയങ്കരനായ MLA നജീബ് കാന്തവുമായിട്ട് ഞങ്ങൾ PWD മിനിസ്റ്റർ കണ്ടു. അപ്പൊ PWD മിനിസ്റ്ററോട് പറഞ്ഞു ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിലെ ട്രാഫിക് കുറുക്കിന് മാറ്റുന്നതിന് വേണ്ടി 5 റോഡിന് ഫണ്ടുകൾ അനുവദിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. 5 ബൈ റോഡുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് 8 മീറ്റർ വീതിയാക്കി കൊടുത്താൽ BNMC നിലവാരത്തിൽ മാർക്ക് ചെയ്ത റോഡുകളാക്കി മാറ്റി തരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ തരാൻ വേണ്ടിയിട്ട് 50 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ വേറെ പദ്ധതി 50 കോടി കിട്ടിയാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന പണം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിനേക്കാളേറെ കിട്ടിയ പണം എങ്ങനെ വൃത്തിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ പ്രശ്നം. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും. അതിപ്പോ ഞങ്ങളെ ഞങ്ങള് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സും പറ്റി നടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു എന്നതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളൊന്നും ബാധിക്കില്ലെന്നാണ് MP ഫസൽ മുഹമ്മദ് പറയുന്നത്. കാരണം അതനുസരിച്ച് കുറച്ച് ചെലവ് ചുരുക്കുക എന്നതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങി പോവുകയുമില്ല. എങ്കിലും ഫണ്ടുകൾ, കേന്ദ്രാവിഷ്കൃത ഫണ്ട്, സംസ്ഥാന സർക്കാർ ഫണ്ട്, ഇവിടെ നിന്നുള്ള തനത് വരുമാനം എല്ലാം ഉപയോഗിച്ചായാലും വികസനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇങ്ങനെ ഭരണം മാറുന്നതിനനുസരിച്ചുണ്ടാകുന്ന ചില എന്താ പറയാ, അങ്ങനെയാണ് ഫസൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതൊക്കെ അതിൻ്റെത് കൂടെ. അതെ, പ്രതിപക്ഷത്തിന്റെ പണി ചെയ്യും, നമ്മുടെ പണി ചെയ്യും. അത്ര പ്രതിപക്ഷത്തിന്റെ പണി ചെയ്യും, ഭരണപക്ഷത്തിന്റെ പണി ചെയ്യും. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണും ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ MP ഫസൽ മുഹമ്മദ് പെരിന്തൽമണ്ണക്കാർക്ക് ഉറപ്പു നൽകുന്നത്. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പളശ്ശേരി.